ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്ര വലിയ ആന കാര്യമൊന്നുമില്ല. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു TV പ്രോഗ്രാമാണ്. AXL വന്നൊരു TV പ്രോഗ്രാമാണ്. അന്ന് തൊട്ടേ ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ആ സ്ക്രിപ്റ്റിന് ഇന്നും മാറ്റമില്ല. അന്നും ലെസ്ബിയൻ സെക്സിലുള്ള പെമ്പിള്ളാരെ കൊണ്ടുവന്ന് അതിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഗേ ആയിട്ടുള്ള ആളുകൾ അതിൽ വയ്ക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അന്ന് സോഷ്യൽ മീഡിയ താരങ്ങളൊന്നും ഇല്ല അതിൽ. ഈ AXL നടന്നുകൊണ്ടിരുന്ന റെസ്ലിംഗ് താരങ്ങളും ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളെയൊക്കെ വെച്ചിട്ടാണ് AXL ആ പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നത്. 95 കാലഘട്ടം ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം ഇത് സൂര്യ TV വന്നു, കേരള ഹൗസ് എന്നും പറഞ്ഞുകൊണ്ട്. അതിലെന്തൊക്കെ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരുന്നത്? കോമാളിത്തരമല്ല, വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള കുറെ പ്രശ്നങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. GS പ്രദീപ് വരെ നാണം കെട്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ് ഇവിടെ പലരും ഇത്തരത്തിലുള്ള ഊള കോമാളിത്തരം കാണിച്ച് സോഷ്യൽ മീഡിയ താരങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ കേസ് തന്നെ എടുത്തു നോക്ക്. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ബിഗ് ബോസിലെ ആളുകളെ നോക്ക്. ഒരു സാധാരണക്കാരനെ അതിൽ വെക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഈ ലിസ്ബിയൻ സെക്സിലുള്ള പെണ്ണുങ്ങളെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്ടിവിസ്റ്റുകളോ ഒന്നും വച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാരന് ഒരു കോപ്പുമില്ല. അവന്റെ വിഷയങ്ങൾ സംസാരിക്കാൻ കഴിവുള്ളവനെ എന്തുകൊണ്ട് ബിഗ് ബോസിൽ വെക്കുന്നില്ല? എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു സാധാരണക്കാരന്റെ വിഷയങ്ങൾ തുറന്നു പറയുന്ന ഒരാളെയെങ്കിലും ബിഗ് ബോസിൽ വെക്കുന്നില്ല. എന്തുകൊണ്ട് വെക്കുന്നില്ല? അത് ആ പ്രോഗ്രാം അങ്ങനെയാണ് അവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ടാണ് ഒരു ആങ്കറിങ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഒരു പട്ടി പോലും അത് കാണില്ല ഇവിടെ.